കേരള തീരത്ത് അറബിക്കടലിൽ MSC എൽസ 3 എന്ന ലൈബീരിയൻ പതാക വഹിച്ച കപ്പൽ മുങ്ങാനിടയായത് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ ഹാനികരമാകുന്ന വസ്തുക്കളൊന്നും ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. എണ്ണ പടർന്നത് നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നും കപ്പലിനുള്ളിലെ ഇന്ധനം പൂർണ്ണമായി ജൂലൈ 3-നകം നീക്കം ചെയ്യുമെന്നും ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ വ്യക്തമാക്കി. 27 വർഷം പഴക്കമുള്ള കപ്പൽ എല്ലാ രാജ്യാന്തര മാനദണ്ഡങ്ങളും പാലിച്ചാണ് സർവീസ് നടത്തിയിരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കപ്പലിന് രാജ്യാന്തര മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള അനുമതികളും ഇൻഷുറൻസുമുണ്ട്. 27 വർഷമായി എന്നത് കപ്പൽ ഉപേക്ഷിക്കേണ്ട സമയമാണ്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് കപ്പൽ യാത്രായോഗ്യമാണോ എന്നതാണ് പരിശോധിക്കേണ്ടത്. നിലവിൽ 50 കണ്ടെയ്നറുകളാണ് കരയിൽ അടിഞ്ഞിട്ടുള്ളത്. ഡെക്കിൽ 296 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നതിൽ 5 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ആണ്. ഇതെല്ലാം കപ്പലിനൊപ്പം കടലിന്റെ അടിയിൽ തന്നെയാണ്. 50 അടി താഴ്ചയിലാണ് കപ്പൽ കിടക്കുന്നത്. കപ്പലിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിയിട്ടില്ല. 367 ടൺ ഹെവി ഫ്യൂവൽ ഓയിൽ, 64 ടൺ ഡീസൽ ഓയിൽ തുടങ്ങിയവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പലിലെ എണ്ണ പുറത്തെടുക്കുക, ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുക, തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുക എന്നിവയാണ് തങ്ങളുടെ പ്രാഥമിക പരിഗണനയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.